ചില വിവരങ്ങൾ കൂടി വരികയാണ്. അൻസിബ വലിയ പ്രതിരോധം ഉയർത്തുന്നു. തന്റെ പരാതി കേൾക്കാൻ തയ്യാറായില്ല, തനിക്ക് നീതി കിട്ടിയില്ല, തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് അൻസിബ ജനറൽ ബോഡിയിൽ ആഞ്ഞടിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, അവർ ഈ പരാതിയുമായി നിയമത്തിന് തന്നെ മുന്നിൽ പോയിട്ടുണ്ട്. അവർക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് താരസംഘടനയിലെ പ്രമുഖർ നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് അൻസിബയുടെ ആരോപണം. അത് ഇപ്പോൾ സംഘടനാ നേതൃയോഗത്തിലും വ്യക്തമാക്കുകയാണ് അൻസിബ. തീർച്ചയായും അത് തന്നെ ജിഹാദിയാക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ തനിക്ക് നേരെ വർഗീയ പരാമർശം നടത്തി തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു, തുടങ്ങിയ പരാതികളായിരുന്നു അമ്മയിൽ നേരത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുമ്പിൽ അൻസിബ നൽകിയിരുന്നത്. പക്ഷേ തന്റെ പരാതി കേൾക്കാൻ പോലും ആരും തയ്യാറായില്ല. തനിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും നീതി ലഭിച്ചില്ല എന്നാണ് അൻസിബ ജനറൽ ബോഡി യോഗത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് താൻ ആ സ്ഥാനം രാജിവെച്ച് അവിടെ നിന്നും പുറത്തേക്ക് പോകേണ്ടി വന്നതെന്ന് അവർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി നൽകിയിരുന്നു. ടിനി ടോമിനെതിരെ പരാതി നൽകി, ലക്ഷ്മി പ്രിയക്കെതിരെ പരാതി നൽകി. അങ്ങനെ പരാതികൾ നൽകുന്നു, കോടതിയിലേക്ക് പോകുന്നു. അങ്ങനെ അൻസിബയും ഈ ജനറൽ ബോഡി യോഗത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കെതിരെ വലിയ തോതിൽ ആഞ്ഞടിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ടത് ഒരു വിഭാഗം ആളുകൾ അൻസിബയ്ക്കെതിരെ നടപടിയെടുക്കുക എന്നതടക്കമുള്ള അജണ്ടകളുമായിരുന്നു ഈ യോഗം തുടങ്ങിയതെങ്കിൽ, പക്ഷേ അതിലേക്കൊന്നും പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ ഒരു സംഘം ആളുകൾ കൃത്യമായി പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത് തന്നെയാണ് ഈ യോഗത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് 200-ലധികം ആളുകളാണ് ഈ അവിശ്വാസ പ്രമേയ രേഖയിൽ ഒപ്പിട്ടിരിക്കുന്നത്. നിരവധി ചോദ്യങ്ങൾ അവർ ഉയർത്തുന്നു. ഒപ്പം പൂർണ്ണമായും പിരിച്ചുവിടണം, ഈ നിലവിലുള്ള കമ്മിറ്റിയെ പൂർണ്ണമായും പിരിച്ചുവിടണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിന് ചില മുൻ ഭാരവാഹികളുടെ അല്ലെങ്കിൽ ചില മുതിർന്ന താരങ്ങളുടെ പരോക്ഷമായ പിന്തുണ കൂടിയുണ്ട്. അവരുടെ കൂടി അറിവോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഇത്തരത്തിൽ അംഗങ്ങളുടെ ഒപ്പുശേഖരണം നടന്നിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 200-ലധികം അംഗങ്ങൾ നിലവിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ളതിൽ, അല്ലെങ്കിൽ ഈ അവിശ്വാസ പ്രമേയ രേഖയിൽ 200-ലധികം അംഗങ്ങൾ ഒപ്പിട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലുള്ള ഈ സംഘടനയെ, പ്രത്യേകിച്ച് ഈ സംഘടന വന്നതിന് ശേഷം വലിയ തോതിലുള്ള വിമർശനങ്ങൾ, വിവാദങ്ങൾ താരസംഘടനയിൽ ഉണ്ടാകുന്നു. അതിന് മറുപടി നൽകാൻ സാധിക്കുന്നില്ല, അതിൽ കൃത്യമായ നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല, അതിൽ പേരുള്ളവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവർക്കെതിരെ അടക്കം വലിയ തോതിലുള്ള വിമർശനങ്ങൾ വന്നു, ആരോപണങ്ങൾ വന്നു, പരാതികൾ വന്നു. പക്ഷേ പിന്നിലും മുതിർന്ന അംഗങ്ങളുടെയും മുൻ ഭാരവാഹികളുടെയും ഒക്കെ പരോക്ഷ പിന്തുണയുണ്ട് എന്നുള്ള വിവരങ്ങളാണല്ലോ. 200-ലധികം താരങ്ങൾ ഒപ്പുവെച്ച അവിശ്വാസ പ്രമേയവുമായാണ് ഒരു വിഭാഗം യോഗത്തിനെത്തിയത് എന്നുമുണ്ട്. അവിശ്വാസ പ്രമേയം ഇതുവരെ ചർച്ചയ്ക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ റിപ്പോർട്ട് ഇതുവരെ പാസ്സാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം അവിശ്വാസ പ്രമേയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അമ്മയിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടുന്ന ഒന്നല്ല. തീർച്ചയായും അത് പരിഹരിക്കപ്പെടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ ഈ ജനറൽ ബോഡി തന്നെ സാധുവല്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞിരുന്നത്. കൃത്യമായി നോട്ടീസ് നൽകാതെ വിളിച്ചു വരുത്തിയ ജനറൽ ബോഡി യോഗം അത് സാധുവായി പരിഗണിക്കാൻ അല്ലെങ്കിൽ അംഗീകരിക്കാനാവില്ല എന്നൊരു സംഘം ആളുകൾ പറഞ്ഞിരുന്നു. ഈ വാർഷിക റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ല. പ്രധാനമായും 21 ദിവസം മുൻപ് അംഗങ്ങൾക്ക്, എല്ലാ അംഗങ്ങൾക്കും ബൈലോ പ്രകാരം ഈ വാർഷിക റിപ്പോർട്ട് നൽകണമെന്നാണ്. പക്ഷേ അങ്ങനെ നൽകിയിട്ടില്ല. 2 ദിവസം മുൻപാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ ഈ വാർഷിക റിപ്പോർട്ട് വെക്കുന്നത്. അതിനുശേഷം മുഴുവൻ അംഗങ്ങൾക്കും ഇത് ലഭിച്ചിട്ട് പോലുമില്ല. അതിൽ തന്നെ വലിയ അമർഷം പലർക്കുമുണ്ട്, വലിയ പ്രതിഷേധം പലർക്കുമുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൽ വലിയ ക്രമക്കേടുകളുണ്ട് എന്നവർ ആരോപിക്കുന്നത്. അതിൽ കൃത്യമായ കണക്കുകളിൽ വലിയ കൃത്രിമത്വമുണ്ട്, വലിയ തോതിലുള്ള ധൂർത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ അത് ഈ കണക്കുകളിൽ വലിയ തോതിലുള്ള പിശകുണ്ട് എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് അംഗീകരിക്കാനാവില്ല. രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച തന്നെയാണ്, ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തന്നെയാണ് രാവിലെ മുതൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് ചർച്ചകളിലേക്കൊന്നും പോകാൻ ഈ താരസംഘടനയിലെ ജനറൽ ബോഡി യോഗത്തിന് സാധിച്ചിട്ടില്ല. അപ്പോൾ റിപ്പോർട്ട് പോലും പാസ്സാക്കാൻ പറ്റാത്ത ഈ യോഗത്തിൽ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന്, പ്രത്യേകിച്ച് വേദിയിൽ കയറി താൻ ഈ സ്ഥാനം രാജിവെക്കുന്നു, തനിക്കിനി മുന്നോട്ട് പോകാനാവില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഇപ്പോഴും അനുനയ ശ്രമം തുടരുകയാണ്. വളരെ വൈകാരികമായാണ് അവർ പ്രതികരിച്ചത്. പ്രത്യേകിച്ച് പ്രസിഡന്റിന് നേരെ രാവിലെ മുതൽ തന്നെ കൃത്യമായ ആക്രമണങ്ങൾ വരുന്നു. ഒരു തരത്തിലും പ്രസിഡന്റ് ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാൻ, പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മാധ്യമവിലക്കില്ലാതിരുന്ന ഏക സ്പോക്സ് പേഴ്സൺ അത് ശ്വേത മാത്രമായിരുന്നു. പക്ഷേ മാധ്യമങ്ങളോട് ഒരു ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിശദീകരണം നൽകാൻ അവർ തയ്യാറായില്ല. ഈ ആരോപണങ്ങളിൽ എന്ത് നടപടിയെടുത്തുവെന്ന് പറയാൻ അവർ തയ്യാറായില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ആരോപിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇവർ ആരോപിക്കുന്നുണ്ട്. അതായത് ചില ചോദ്യങ്ങൾ കൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് ഇവർ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് മദ്യം വിളമ്പിയുള്ള ഒരു പാർട്ടി നടത്താൻ സാധിക്കുന്നത്? എങ്ങനെയാണ് കഴിഞ്ഞ വർഷം വരെ സൗജന്യമായി ജനറൽ ബോഡി യോഗം നടന്നിരുന്ന കൺവെൻഷൻ സെന്റർ ഒഴിവാക്കി 4.5 ലക്ഷം രൂപ നൽകി വേതനം നൽകിയ ഒരു കൺവെൻഷൻ സെന്ററിൽ ഇത്തരത്തിൽ യോഗം നടത്താനാവുക? കഴിഞ്ഞ വർഷം ഹാജരാക്കിയിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ട് അത് കൃത്യമായി ഓഫീസർക്ക് മുമ്പിൽ ഹാജരാക്കി അതിൽ അനുമതി
അനുമതി വാങ്ങിയിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംഘടനയ്ക്കുള്ളിൽ തീർക്കേണ്ടിയിരുന്ന കാര്യം, അത് സംഘടന ഭാരവാഹികൾ കൃത്യമായി ഇടപെടാതിരുന്നത് കൊണ്ടല്ലേ അത് പുറത്തു പോയതെന്നും ഇത്രയധികം വഷളായതെന്നും ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിലവിലുള്ള ഭരണസമിതിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ടല്ലോ. ഇപ്പോൾ അൻസിബയ്ക്കെതിരെ അടക്കം അച്ചടക്ക നടപടി സ്വീകരിച്ചേക്കുമെന്ന വാർത്തകളും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പ്രസിഡന്റിന്റെ സ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതും ശ്വേതാ മേനോൻ രാജ്യസന്നദ്ധത അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. തീർച്ചയായും, അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവസാന യോഗം ചേർന്നപ്പോൾ അതിൽ ഈ വിശദീകരണങ്ങൾ നിലവിൽ നിരവധി താരങ്ങളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽപ്പെട്ട നിരവധി ആളുകൾക്ക് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ വിശദീകരണം ചോദിച്ചിരുന്നു. ഒപ്പം തന്നെ സംഘടനയുടെ പേര് ചീത്തയാക്കി അല്ലെങ്കിൽ സംഘടനയ്ക്കെതിരെ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു എന്നതിന് അൻസിബയുടെ വിശദീകരണം ചോദിച്ചിരുന്നു. പക്ഷേ അൻസിബ അതിൽ മറുപടി നൽകിയിരുന്നത് ഈ ചോദ്യങ്ങൾ തനിക്ക് കൃത്യമല്ല, അല്ലെങ്കിൽ ചോദ്യങ്ങളിൽ വ്യക്തത കുറവേണ്ടതൊരു മറുപടിയായിരുന്നു അന്ന് അൻസിബ അമ്മയിൽ മറുപടി തിരികെ നൽകിയിരുന്നത്. ഏതായാലും അത് ഇന്ന് ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിരുന്നത്. ഈ കാരണം കാണിക്കൽ നോട്ടീസുകളിൽ നൽകിയ വിശദീകരണങ്ങളെല്ലാം ജനറൽ ബോഡിയിൽ സംസാരിക്കാമെന്നും അവിടെ അന്തിമ തീരുമാനമെടുക്കാമെന്നുമായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ അൻസിബയുടെ അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് നടപടിയെടുക്കണമെന്നതിലേക്ക് ചർച്ച പോകാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള വലിയ തർക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രാവിലെ അൻസിബ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മോഹൻലാൽ ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അൻസിബയെ സ്റ്റേജിലേക്ക് വിളിക്കുകയും അൻസിബയെ കൊണ്ട് നിലവിളക്ക് തെളിയിക്കുകയും ചെയ്തിരുന്നു. അത് ഒരു പരോക്ഷമായ സൂചനയാണെന്നാണ് ചിലർ വിലയിരുത്തുന്നത്. ലാലേട്ടൻ പരോക്ഷമായെങ്കിലും അൻസിബയെ പിന്തുണയ്ക്കുന്നു എന്നതിന്റെ സൂചനയാണെന്നാണ് ചിലരെങ്കിലും വിലയിരുത്തുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളിലൊന്നും മോഹൻലാൽ സംസാരിച്ചിട്ടില്ല. പക്ഷേ വളരെ വൈകാരികമായാണ് മോഹൻലാലും സംസാരിച്ചത്. കാരണം വളരെയേറെ പേർ കഷ്ടപ്പെട്ട് അമ്മയിലെ മുതിർന്ന താരങ്ങൾക്കടക്കം വേണ്ടി നിർമ്മിച്ച ഒരു സംഘടന, അവർക്ക് സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി അടക്കം നിർമ്മിച്ച ഒരു സംഘടന, ആ സംഘടന ഇത്തരത്തിൽ ജനമധ്യത്തിൽ ചീഞ്ഞളിയുന്നു. അത് ചീഞ്ഞളിയുന്നു എന്ന വാക്ക് തന്നെയാണ് ചിലർ ഉപയോഗിച്ചത്. നേരത്തെ ചില താരങ്ങൾ സ്റ്റേജിൽ കയറി സംസാരിച്ചപ്പോൾ ഇത്തരത്തിൽ ആളുകൾക്ക് മുമ്പിൽ ഈ സംഘടന ചീഞ്ഞളിയുന്നതിന് പ്രധാന കാരണം സംഘടനയ്ക്കുള്ളിൽ തന്നെയുള്ളവരാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, ആരോപണങ്ങളൊക്കെയായാണ് നിലവിൽ ഇത് മുന്നോട്ട് പോകുന്നത്. നിലവിൽ ശ്വേതാ മേനോനെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഒരു വിഭാഗം ആളുകൾ നടത്തുന്നത്. വേദിയിൽ കയറി ഇനി തനിക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന് കൃത്യമായി ശ്വേതാ മേനോൻ പറയുന്നു. അതിനൊപ്പം തന്നെ ഈ രാവിലെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച ഇതുവരെ നടത്താനായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കാനായിട്ടില്ല. ഒപ്പം അൻസിബ അടക്കമുള്ളവർക്കെതിരെയുള്ള എന്ത് നടപടി എടുക്കണമെന്ന് ഇതുവരെ തീരുമാനിക്കാനായിട്ടില്ല. അങ്ങനെ ഒന്നും തീരുമാനിക്കാനാവാതെ രാവിലെ വായിച്ച ഒരു വാർഷിക റിപ്പോർട്ട്, അതിന്മേലുള്ള ചർച്ച, അതിന്മേലുള്ള തർക്കം തന്നെയാണ് ഇപ്പോഴും തുടർന്നു പോകുന്നത്. അതിനൊപ്പമാണ് മറ്റൊരു രാഷ്ട്രീയ ആരോപണം. അത് നേരത്തെ തന്നെ പുറത്തു വന്നൊരു രാഷ്ട്രീയ ആരോപണമാണ്. എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ജനറൽ ബോഡി അംഗങ്ങൾക്കിടയിൽ തന്നെ അത്തരത്തിലൊരു ആരോപണം ഉണ്ടായിരുന്നു. ഒരു NDA ഡീൽ നടന്നിട്ടുണ്ട്. അമ്മയിൽ ഇതുവരെയും വാർഷിക റിപ്പോർട്ട് പാസ്സാക്കാൻ സാധിച്ചിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ പലതാണ്. കണക്കുകളിൽ സുതാര്യതയില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. മുതിർന്ന ആളുകളടക്കം പിന്തുണ നൽകിക്കൊണ്ട്, മുൻ ഭാരവാഹികളും മുതിർന്ന നടന്മാരും അടക്കമുള്ളവർ പിന്തുണ നൽകിക്കൊണ്ടുള്ള അവിശ്വാസ പ്രമേയമാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്.